എല്ലാവർക്കും നമസ്കാരം. ഫുഡ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. അപ്പോൾ കുറേ നാളായിട്ട് വീഡിയോ ഒന്നും ഇടാത്തതുകൊണ്ട് നിങ്ങളെല്ലാവരും എന്നെ മറന്നോന്ന് എനിക്കൊരു സംശയമുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നൊരു കുട്ടി ക്രാഫ്റ്റുമായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണണം കേട്ടോ. അപ്പോൾ വീഡിയോ ഒന്നും ഇടാത്തതുകൊണ്ട് ചാനലാകെ ഡൗൺ ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്തൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എന്നാലേ നമുക്കിത് ലിഫ്റ്റ് ചെയ്ത് വീണ്ടും കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ അപ്പോൾ കണ്ടു നോക്കാം. അപ്പോൾ ഇന്നത്തെ താരം ചിരട്ടയാണ്. അപ്പോൾ ചിരട്ട എടുത്തിട്ട് നമ്മൾ ഇതിനൊന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കുക. കത്തി വെച്ച് ഇങ്ങനെ ആക്കിയിട്ട് അതിൻ്റെ ആ ഒരു മുകളിലത്തെ സംഭവങ്ങളൊക്കെ കളഞ്ഞെടുക്കുക. അതിനുശേഷം ഒരു സാൻഡ് പേപ്പർ വെച്ച് നന്നായിട്ട് ഉരച്ച് സ്മൂത്താക്കി എടുക്കുക. പറ്റുന്ന പോലെ ചെയ്യുക കേട്ടോ. പെയിൻറ്റ് ഇടണമെന്നൊന്നുമില്ല. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ ഇങ്ങനത്തെ ഒരു മുമ്പത്തെ ഒരു പഴയ ക്രാഫ്റ്റിൻ്റെ ചിരട്ട ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിലാണ് ഞാൻ ചെയ്യണത് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ചെയ്തെടുത്താൽ മതി. ഇതിപ്പോൾ ഓൾറെഡി പെയിൻറ്റ് ചെയ്തുകൊണ്ടാണ് അത് അങ്ങനെ എടുത്തത്. പെയിൻറ്റ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, ഈ രീതിയിൽ ചെയ്യുമ്പോൾ കേട്ടോ. എന്നിട്ട് നമുക്ക് ഈ ചിരട്ടയിൽ കുറച്ച് ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഫുള്ളും ഫെവിക്കോൾ തേച്ച് കൊടുക്കുക. അപ്പോൾ ചിരട്ടയിൽ ഫുള്ള് ഫെവിക്കോൾ തേച്ചിട്ട് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഗ്ലിറ്റർ പൗഡറാണ്. അപ്പോൾ ഗ്ലിറ്റർ പൗഡർ എടുത്തിട്ട് നമുക്ക് ഇതിൽ ഫുള്ളൊന്ന് സ്പ്രെഡാക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഗ്ലിറ്റർ പൗഡർ ഇല്ലാത്തവർ ചിരട്ടയിൽ ഏതെങ്കിലും ഇഷ്ടമുള്ള ഡിസൈൻ പെയിൻറ്റ് ചെയ്താലും മതി. അപ്പോൾ അതും കാണാൻ ഭംഗിയായിരിക്കും. ഇതിപ്പോൾ നമുക്ക് ഈസിയാണ്, കാണാനും നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ ഞാൻ ഈ ഒരു ഗോൾഡൻ കളർ പൗഡർ എല്ലായിടത്തും ഒന്നും ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എക്സസൈസ് വരുന്നത് നമുക്ക് ലാസ്റ്റ് തട്ടിക്കളഞ്ഞിട്ട് ആ പൗഡർ നമുക്ക് ഉപയോഗിക്കാം. ഇപ്പോൾ എന്തായാലും ഇതിലിങ്ങനെ ഫുള്ളും വിതറുകയാണേ. ഇനി താഴെ ഇത് കറക്റ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പഴയ വളയാണ് എടുത്തിട്ടുള്ളത്. വളയിൽ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഞാൻ ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ഒട്ടിക്കുന്നത്. ഇതുപോലെ ഗ്ലൂ ആക്കി കൊടുത്തിട്ട് വള നമുക്ക് ഈ ചിരട്ടയുടെ താഴെ ഭാഗത്ത് നന്നായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ കറക്റ്റ് നല്ല ഗ്രിപ്പിലിരുന്നോളും. അപ്പോൾ ഏതെങ്കിലും ബോട്ടിലിൻ്റെയൊക്കെ മൂടി ഉണ്ടെങ്കിൽ അതായാലും വെച്ചാൽ മതി വളയ്ക്ക് പകരം കേട്ടോ. അപ്പോൾ ഇതൊന്ന് ഒട്ടിക്കട്ടെ. ഇനി എന്താണെന്ന് വെച്ചാൽ ഈ വള ഇങ്ങനെ ഒന്നും ഇല്ലാതെ കാണുമ്പോൾ എന്തോ രസം തോന്നുന്നില്ല. അപ്പോൾ അതിലും ഞാൻ ലേശം ഇതുപോലെ തന്നെ ഗം അപ്ലൈ ചെയ്ത് നമ്മൾ നേരത്തെ കൊടുത്ത അതേ ഗ്ലിറ്റർ പൗഡർ തന്നെ ഒന്ന് വിതറിയെടുക്കുകയാണ്. അപ്പോൾ എല്ലാ ഭാഗവും ഒരുപോലെ ആകുമ്പോൾ കാണാൻ ഒരു ഭംഗിയല്ലേ. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ നന്നായി ഉണങ്ങിയിട്ടൊക്കെ ചെയ്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ ഇങ്ങനെ വേഗം ചെയ്യുന്നുണ്ട്. കറക്റ്റ് ഉണങ്ങാനുള്ള ടൈമൊന്നും എടുക്കുന്നില്ല. ഉണങ്ങിക്കഴിഞ്ഞാൽ അത് കറക്റ്റ് ഇരുന്നോളൂ. ഇനി ഇതുപോലെ കാർഡ്ബോർഡിൻ്റെ ഒരു ചെറിയ പീസ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ ആ ഒരു മുകളിലത്തെ ഒരു ലെയർ ഇങ്ങനെ പൊളിച്ച് കളയുമ്പോൾ നല്ലൊരു ഡിസൈൻ കിട്ടുമല്ലോ. അത് കാണാനൊരു ഭംഗിയുണ്ട്. അപ്പോൾ അതാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. ഈ കട്ട് ചെയ്തെടുക്കുന്ന പീസ് ഇതുപോലെ ഒട്ടിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ കാർഡ്ബോർഡിൻ്റെ പീസിൽ ആദ്യം പെയിൻറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഒട്ടിച്ച് കൊടുത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ ജസ്റ്റ് ഇങ്ങനെ വെച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ ഇതൊന്ന് പെയിൻറ്റ് ചെയ്തിട്ട് കാണാം. അത് ഞാൻ പെയിൻറ്റ് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ഈ ചിരട്ടയുടെ സൈഡ് ഭാഗത്തൊക്കെ ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ അതിൻ്റെ ഉള്ളിലേക്കും ചെറുതായിട്ടൊന്ന് ഗോൾഡൻ ഷെയ്ഡ് കൊടുക്കുന്നുണ്ട്. സൈഡിലേക്കും ഒന്ന് ഇറക്കിയിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ആ ഗ്യാപ്പ് വരുന്നിടത്തൊക്കെ ആ ഒരു പൗഡർ എത്താത്ത ഭാഗത്തൊക്കെ ഒന്ന് പെയിൻറ്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഞാൻ ആ കാർഡ്ബോർഡിൻ്റെ പീസും ഇതുപോലെ ഒട്ടിച്ച് കൊടുത്തപ്പോൾ നമ്മുടെ ബാസ്ക്കറ്റ് ഇവിടെ റെഡിയായി. സിമ്പിളായിട്ടുള്ളൊരു ഐഡിയ ആണ് ചെയ്തത് കേട്ടോ. ഇനി ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഫ്ലവറൊക്കെ ഒന്ന് വെച്ചിട്ട് നോക്കാം. അപ്പോൾ ഇതും കൂടെ കഴിഞ്ഞപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് കേട്ടോ. അപ്പോൾ സിമ്പിളായിട്ടുള്ള ഈ ഒരു ഐഡിയ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ ഒരു ബാസ്ക്കറ്റ് ഉണ്ടാക്കാൻ വളരെ ഈസിയാണ്. ചിരട്ടയും ഒരു വളയും കുറച്ച് ഗ്ലിറ്റർ പൗഡറൊക്കെ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് ചെയ്യാം. ഗ്ലിറ്റർ പൗഡറിന് അത്ര വിലയൊന്നുമില്ല, ഫാൻസി ഷോപ്പിൽ കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് എനിക്കറിയില്ല. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ. ലൈക്ക് ചെയ്താൽ മാത്രം പോരാ, വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. അതുപോലെ പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ എനേബിൾ ആക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ പറഞ്ഞ പോലെ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്താലേ ചാനലിനെ കുറച്ചൊന്ന് ലിഫ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. തീരെ ഞാൻ വീഡിയോ ഇടാത്തതുകൊണ്ട് ഡൗൺ ആയിട്ടാണ് ഉള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണ കാര്യം മറക്കരുത്. അപ്പോൾ ഇനി മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം. എല്ലാവർക്കും നന്ദി. താങ്ക്